നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം 15ാം നിയമസഭയുടെ 16ാം സമ്മേളനം അവസാന ദിവസമായിരുന്നു. വൻ ബഹളമായിരുന്നു. ബഹളത്തോടെയാണ് ഈ ഒരു നിയമസഭാ സമ്മേളനം, ഈ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം അവസാനിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും തന്ത്രിയുടെ അറസ്റ്റും ഒക്കെ കഴിഞ്ഞ ദിവസവും കത്തിനിന്നു. പ്രതിഷേധത്തിനൊടുവിൽ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഭരണപക്ഷത്തെ ചിലർക്കെങ്കിലും കൈകൊടുത്ത് ടാറ്റ പറയുന്ന സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിലുള്ള ബഹിഷ്കരണം ഉണ്ടായെങ്കിൽ പോലും അവസാനത്തേതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അവസാന ദിനം, ഭരണപക്ഷത്തിന്റെ അവസാന ദിനം. ചിലരെങ്കിലും കൈകൊടുത്താണ് പിരിഞ്ഞത്. അങ്ങനെ അപൂർവ കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസം സാക്ഷിയായി. സഭയിൽ 5 കൊല്ലം നടത്തിയ പോർവിളികൾ ഇരുകൂട്ടരും ഇത്തിരി നേരം മറന്നു. ഈ ഒരു അവസാന ദിവസത്തിൽ കെ രമ ഭരണപക്ഷത്തെ നോക്കി പറഞ്ഞത് ഇപ്രകാരമാണ്: ഓൾ ദ ബെസ്റ്റ് എന്ന്. അടുത്ത സഭയിൽ ആരെയൊക്കെ കാണാമെന്ന് ഒരു ഉറപ്പുമില്ലാതെ എല്ലാവരും സഭയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇനി ഇലക്ഷനാണ്. ഇലക്ഷൻ കഴിഞ്ഞ് ആര് വരും? ഭരണമാറ്റം ഉണ്ടാകുമോ? തുടർ ഭരണം ഉണ്ടാകുമോ? ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തേക്ക് വരുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാം ജനങ്ങളുടെ കയ്യിലാണ്. ജനം തീരുമാനിക്കും. എന്തായാലും ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ലെജിസ്ലേറ്റീവ് അസംബ്ലി അവസാന ദിവസം പിന്നിട്ട് ഇറങ്ങി. പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. മാർച്ച് 26 വരെ ചേരാനിരുന്ന സമ്മേളനം ഗില്ലറ്റിൻ ചെയ്ത് ധനകാര്യ ബില്ലിൻ്റെതടക്കം വിവിധ ബില്ലുകളും ധന അഭ്യർത്ഥനകളും ചർച്ചയില്ലാതെ പാസാക്കിയാണ് സമ്മേളനം അവസാനിപ്പിച്ചത്. ഇനി ഈ സർക്കാരിന്റെ കാലത്ത് ഒരു സമ്മേളനമില്ല. സമ്മേളനം അവസാനിച്ചതായി ഗവർണർ അറിയിക്കാൻ ക്യാബിനറ്റ് തീരുമാനിക്കുകയായിരുന്നു. അവസാന സമ്മേളനത്തിന് ആദ്യ ബെൽ മുഴങ്ങിയപ്പോൾ പ്രതിപക്ഷ നിര വളരെയധികം ശൂന്യ അവസ്ഥയിലായിരുന്നു. രണ്ടാമത്തെ ബെല്ലിന് തൊട്ടു മുൻപ് ബാനറും പ്ലക്കാർഡുമായി ഒന്നിച്ചെത്തിയ പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കി സ്പീക്കർ ഡയസിനടുത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സമരം ചൊവ്വാഴ്ചയും തുടരുകയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ റോളിലായിരുന്ന കെ ബാബു പറഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സ്പീക്കർ വി ശിവൻകുട്ടിയോട്, നമുക്കറിയാം മന്ത്രിമാരെല്ലാം അവരുടെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടേയിരുന്നു. വി ശിവൻകുട്ടിയും ഈ നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കവേ സ്പീക്കർ താക്കീത് ചെയ്തു. വളരെ ചുരുക്കി പറയൂ ശിവൻകുട്ടി എന്ന് താക്കീത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും നേട്ടങ്ങളെല്ലാം മന്ത്രിമാരെല്ലാവരും എണ്ണി പറയുന്ന സാഹചര്യമുണ്ടായി. പ്രതിപക്ഷം തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തെന്ന് മന്ത്രിമാർ ആക്ഷേപിച്ചിരുന്നു. ആ ആക്ഷേപത്തെ ബാബു തള്ളി. അമ്പലക്കൊള്ളക്കാർക്ക് കേരളം മാപ്പ് നൽകില്ലെന്ന ബാനർ സ്പീക്കർക്ക് മുന്നിൽ ഉയർത്തിയതോടെ സഭ വീണ്ടും ബഹളത്തിൽ അമരുന്ന സാഹചര്യമുണ്ടായി. 5 കൊല്ലമായിട്ടും ഒരു മന്ത്രിക്കെതിരെയെങ്കിലും അഴിമതി ആരോപണം ഉന്നയിക്കാനോ അവിശ്വാസം കൊണ്ടുവരാനോ പ്രതിപക്ഷത്തിന് അവസരമുണ്ടായില്ലെന്ന് സമരത്തെ വിമർശിച്ച് മന്ത്രി പി രാജീവ് പറഞ്ഞു. ബാനറുമായി നടുത്തളത്തിൽ സ്ഥിരതാമസമാക്കിയ പ്രതിപക്ഷത്തെ ജനം ആഴക്കിണറ്റിലെറിയുമെന്ന് മന്ത്രി എം വി രാജേഷിന്റെ വാക്കുകൾ. മുൻ അംഗം എ മുരളി ചരമോപചാരത്തിന് പ്രതിപക്ഷം ശാന്തരായി സീറ്റിലേക്ക് മടങ്ങി. പിന്നീടും ബഹളം തുടർന്നു. പിന്നാലെ സഭ വിട്ടു. 2021 മെയ് 24 ആദ്യ സമ്മേളനം തുടങ്ങിയ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവസാനിച്ചത് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തോടെയാണ്. ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം അങ്ങനെ അവസാനിച്ചു. വിവാദ വിഷയങ്ങളിലെ ഏറ്റുമുട്ടൽ ഇനി പുറത്തായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിയമസഭ കൂടിയപ്പോഴൊക്കെ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. നമ്മൾ കണ്ടതാണ്. ശബരിമല വിഷയത്തിൽ വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാകുന്നു. പിന്നാലെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഇനി എന്തായാലും പുറത്തായിരിക്കും ഇവർ ഏറ്റുമുട്ടുക. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളെ ചൂട് പിടിപ്പിക്കും. ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരികെ എത്തുമ്പോൾ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്നതാണ് ഏവരും നെഞ്ചിടിപ്പോടെ ചോദിക്കുന്ന ചോദ്യം. സാധാരണ സർക്കാരുകളുടെ കാലാവധി അവസാനിക്കുന്ന സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ പരസ്പരം കൈകൊടുത്തും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും മടങ്ങുന്നതായിരുന്നു ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പതിവ്. പക്ഷേ കഴിഞ്ഞ ദിവസം അത്തരത്തിൽ വലിയ രീതിയിലൊരു ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു ഒത്തൊരുമ ഇല്ലായിരുന്നു. രാവിലെ സഭ തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിവന്ന പ്രതിഷേധം തുടരുകയാണെന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച കെ ബാബു അറിയിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിലെ പ്രതിഷേധത്തിന് ശേഷം പ്രതിപക്ഷം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. പുതുയുഗ യാത്രയിലായിരുന്നതിനാൽ അവസാന ദിവസവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയില്ല. പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയതിന് പിന്നാലെ മന്ത്രിമാരൊന്നാകെ സ്പീക്കറുടെ മുറിയിലെത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം ദേവസ്വം മന്ത്രി രാജിവെച്ചാൽ പ്രശ്നം തീരുമെന്നും സഭ സുഗമമായി മുന്നോട്ട് പോകുമെന്നും അല്ലാതെ തങ്ങൾ സഹകരിക്കില്ലെന്നും കെ ബാബു പറഞ്ഞു. സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിഷേധം തുടങ്ങിയ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരും രംഗത്തെത്തി. പ്രതിപക്ഷത്തിന് ചർച്ചകളെ ഭയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ചരിത്രത്തിലെ ഏറ്റവും കഴിവുകെട്ട പ്രതിപക്ഷമെന്ന് മന്ത്രി പി രാജീവും കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച് പ്രസംഗം തുടങ്ങിയ മുഖ്യമന്ത്രി അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ കഴിയാത്ത പ്രതിപക്ഷമെന്ന് പരിഹസിച്ചു. പിന്നാലെ സഭാ നടപടികൾ സംബന്ധിച്ച് സ്പീക്കർ സംക്ഷിപ്തം അവതരിപ്പിച്ചു. തുടർന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും പരസ്പര ഒരു ഏറ്റുമുട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം ഇത് അവസാനിച്ചിരിക്കുന്നത്. ചോദ്യോത്തരവേളയ്ക്ക് പിന്നാലെ പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രി പി രാജീവൻ രംഗത്ത് വന്നു.
കഴിവുകെട്ട നശീകരണാത്മക പ്രതിപക്ഷം എന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ ജനം ആഴക്കടലിൽ വലിച്ചെറിയുമെന്ന ശുഭാപ്തി വിശ്വാസം മുഖ്യമന്ത്രി എം പി രാജേഷ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തെ ഭയപ്പെടുന്ന പ്രതിപക്ഷം, വികസന വിരുദ്ധർ, നുണപ്രചാരകർ. പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി ചാർത്തിയ വിശേഷണങ്ങൾ അനവധിയാണ്. നാടിനെ ഉയർത്താനാവുന്നതെല്ലാം ചെയ്തു. അതിലുള്ള ആത്മസംതൃപ്തി, ആത്മവിശ്വാസമൊക്കെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിക്കുകയുണ്ടായി. തന്റെ രണ്ടാം ഊഴത്തിലെ അവസാന നിയമസഭാ പ്രസംഗം അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. തന്ത്രിക്ക് എന്താണ് പ്രത്യേക അവകാശമെന്നും തന്ത്രിയുടെ വക്കാലത്ത് UDF BJP ഏറ്റെടുക്കുകയാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ ഉപജാപമെന്നും തന്ത്രിയെ മുൻനിർത്തിയുള്ള തന്ത്രമാണെന്നും എം പി രാജേഷ് പറഞ്ഞു. അതിനിടെ ഭരണപക്ഷവും പോസ്റ്റർ ഉയർത്തി. സോണിയ പോറ്റി ചിത്രം ഉയർത്തിയായിരുന്നു ഭരണപക്ഷം പ്രതിരോധിച്ചത്. എന്നാൽ പ്രതിഷേധത്തിനിടെ ചോദ്യോത്തരവേള തുടരുകയായിരുന്നു സ്പീക്കർ. അതേസമയം തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭ പിരിഞ്ഞിരിക്കുന്നു. സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യാൻ ധാരണയായി. ധനവിനിയോഗ ബില്ലടക്കം 9 ബില്ലുകൾ പാസാക്കി. 2 ഫിനാൻസ് ബില്ലുകൾക്ക് പുറമെ നേറ്റിവിറ്റി കാർഡ് ബില്ലും പാസാക്കിയിട്ടുണ്ട്. എന്തായാലും നിയമസഭാ സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആര് വരും, ആര് വാഴും, ആര് വീഴും എന്നതൊക്കെ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ വിമർശിച്ചു. മന്ത്രിമാരും പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ വിമർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ശബരിമല വിഷയം ആളിക്കത്തുകയുണ്ടായി. അവസാന ദിവസവും പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു, പ്ലക്കാർഡുകൾ ഉപയോഗിക്കുന്നു, അതിനുശേഷം ബഹിഷ്കരിക്കുന്നു. അത് തുടരെ ഉണ്ടായ ശബരിമല വിഷയത്തിൽ തുടരെ ഉണ്ടായ ആ ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം അരങ്ങേറുന്ന സാഹചര്യം ഉണ്ടായി. രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.